ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും വചനം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. പൗലോസിന്റെ ഇതര ലേഖനങ്ങൾക്കകത്ത് കാരാഗ്രഹ ലേഖനം എന്ന് വിശേഷിപ്പിക്കുന്ന ലേഖന പരമ്പരയിൽപ്പെട്ട ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അതായത് പ്രതിസന്ധിക്കകത്ത് കടന്നുകൊണ്ട് ഒരു സഭയെ ധന്യനായ പൗലോസ് ലേഖനം എഴുതി ഉറപ്പിക്കുക. വളരെ കുറച്ച് അധ്യായമുള്ള ഈ ലേഖനത്തിനകത്ത് ഏറ്റവും കാതലായൊരു വാക്ക് ശ്രദ്ധിച്ചോണം: കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. ഇന്ന് മനുഷ്യർക്കില്ലാത്തൊരു കാര്യമാണ് എന്ത്? സന്തോഷം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്ത് ചോദിച്ചാൽ സന്തോഷമായിരിക്കുന്നു എന്ന് ചോദിച്ചു. തല കുലുക്കുന്നെങ്കിലും വേണ്ടതായ ഒരു സന്തോഷം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല. സാമ്പത്തികമായിട്ട് തകർച്ച അനുഭവിക്കുന്നവർ പറയും, എനിക്ക് കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് സന്തോഷിച്ചേനെ. സമ്പത്തുള്ള ആൾക്കാർ പറയും, സ്തോത്രം, ഇത്ര സമ്പത്തൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുമായിരുന്നു. ലോകത്തിലെ പല കോടീശ്വരന്മാരിൽ ഒരു കോടീശ്വരൻ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് താഴെ ചാടിയാണ് ആത്മഹത്യ ചെയ്താണ് ജീവിതം അവസാനിപ്പിച്ചത്. ഞാൻ പേരൊന്നും പറയുന്നില്ല. സ്തോത്രം. നിങ്ങളെല്ലാം പത്രവാർത്തകളിൽ കേട്ടായിരുന്നു. അവരുടെ സ്ഥാപനം ലോകം മുഴുവൻ പടർന്നു കിടക്കുക, പണത്തിനൊരു കുറവുമില്ല. രോഗി പറയും, ഇച്ചിരി ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിരുന്നേ ഒന്ന് സന്തോഷിക്കായിരുന്നു. സ്തോത്രം. ആരോഗ്യമുള്ളവർ പറയുക, ആരോഗ്യം ഉണ്ടായിട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ചിലർ പറയുക, ഒരു കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ ഒന്ന് സന്തോഷിക്കായിരുന്നു. കല്യാണം കഴിച്ചവർ പറയുക, ആമേ, കല്യാണം കഴിക്കാതിരുന്നായിരുന്നെങ്കിൽ ഒന്ന് സന്തോഷിക്കാമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും, ഇച്ചിരി വിസ്കി കുടിച്ചായിരുന്നെങ്കിൽ ഒന്ന് സന്തോഷിക്കാമായിരുന്നു. ചിലർ പറയും, സ്വതന്ത്രം, വിസ്കി കുടിച്ചിട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പം മനുഷ്യൻ ഒന്ന് സന്തോഷിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും ഒരു മനുഷ്യനെ സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ ഈ പൗലോസിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴേ, ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് കിടക്കുമ്പോഴും മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് ഒരു മനുഷ്യന് എന്തിൽ സന്തോഷിക്കാം? ലോകം മുഴുവൻ തടയിട്ടിട്ടും കൂടടക്കി നാടടക്കി ജനം ദൈവത്തെ തപ്പി ഇറങ്ങാൻ കാരണം പറയാം, ഇവിടെ മാത്രമേ സന്തോഷമുള്ളൂ. ഓ ഹല്ലേലൂയ. ഇവിടെ മാത്രമേ സന്തോഷമുള്ളൂ. ഈ സന്തോഷം സൗജന്യമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ